ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. കലാമണ്ഡലം തുള്ളൽ വിഭാഗം മേധാവി കലാമണ്ഡലം മോഹനകൃഷ്ണന്റെ യാത്രായപ്പ സമ്മേളനം ധന്യമോഹനം ജൂൺ 7 കൂത്തമ്പലത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള കലാമണ്ഡലം തുള്ളൽ വിഭാഗം മേധാവിയായിരുന്നു ശ്രീ കലാമണ്ഡലം മോഹനകൃഷ്ണാശാൻ്റെ 23 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യരും സുഹൃത്തുക്കളും ചേർന്ന് ഒരുക്കുന്ന ഒരു യാത്രയയപ്പ് യോഗം ധന്യം മോഹനം എന്ന പേരിൽ ജൂൺ 7 നടക്കുകയാണ്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന കലാമണ്ഡലം തുള്ളൽ വിഭാഗം മേധാവിയും തുള്ളൽ കലാചാര്യനുമായ കലാമണ്ഡലം മോഹനകൃഷ്ണനെ ശിഷ്യരും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും കൂടി നൽകുന്ന ധന്യം മോഹനം ആദരിക്കൽ ചടങ്ങ് ശനിയാഴ്ച കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടക്കുമെന്ന് ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ജൂൺ 7 കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ചിട്ട് കലാമണ്ഡലത്തിലെ തുള്ളൽ വിഭാഗം മേധാവിയായിരുന്ന സമകാലിക തുള്ളൽ അരങ്ങിലെ വളരെ നിറഞ്ഞ സാന്നിധ്യം കൂടിയായ കലാമണ്ഡലം മോഹനകൃഷ്ണനാശാന് അദ്ദേഹത്തിൻ്റെ യാത്രയപ്പിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ആദരം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ശിഷ്യരും സുഹൃത്തുക്കളും ചേർന്ന് സംഘടിപ്പിക്കുകയാണ്. വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന തരത്തിലാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. രാവിലെ പുഷ്പാർച്ചനയോട് കൂടിയിട്ട് ആരംഭിക്കുന്ന പരിപാടി, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം, കല, ധന്യമോഹനം എന്ന ഒരു വിഷയത്തെ മുൻനിർത്തിയിട്ട് ഒരു ഫോട്ടോ പ്രദർശനം സംഘടിപ്പിക്കുന്നുണ്ട്. അത് കലാമണ്ഡലത്തിൻ്റെ മുൻ രജിസ്ട്രാറായിട്ടുള്ള ഡോക്ടർ KK സുന്ദരേശൻ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം ഒരു പറയന്തുള്ളൽ അവതരണമുണ്ട്. അതിനുശേഷം 10 മണിക്ക് സുഹൃത്ത് സംഗമവും പ്രഭാഷണവും നടക്കുന്നു. അതിൽ ഭദ്രദൈവം കൊളുത്തി അതിന് തുടക്കം കുറിക്കുന്നത് തുള്ളൽ കലയിലെ പരമാചാര്യന്മാരായ കലാമണ്ഡലം ഗോപിനാഥ പ്രഭാശാൻ, കലാമണ്ഡലം പ്രഭാകരനാശാൻ, കലാമണ്ഡലം പരമേശ്വരൻ, കലാമണ്ഡലം വാസുദേവൻ, കലാമണ്ഡലം രാധാമണി എന്നിവർ ചേർന്നാണ്. അതിനുശേഷം സമകാലിക തുള്ളൽ അരങ്ങ് എന്ന വളരെ പ്രസക്തമായ ഒരു വിഷയത്തിൽ പ്രശസ്ത കലാനിരൂപകനും കലാമണ്ഡലത്തിൻ്റെ മുൻ സിൻഡിക്കേറ്റ് മെമ്പർ കൂടിയായ ശ്രീ KB രാജാനന്ദൻ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമുണ്ട്. അതിനുശേഷം ഈ കലാമണ്ഡലത്തിലെ മോഹനാശാൻ്റെ സഹപ്രവർത്തകരായിരുന്ന എല്ലാ വകുപ്പ് മേധാവികളും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ആ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ശീതങ്ങൻ തുള്ളലും ഓട്ടം തുള്ളലും അവതരണങ്ങൾ വെച്ചിട്ടുണ്ട്. മോഹനാശാൻ്റെ ശിഷ്യരായിട്ടുള്ള ആളുകളാണ് അത് അവതരിപ്പിക്കുന്നത്. കലാമണ്ഡലം പാർവതി വർമ്മ, കലാമണ്ഡലം സുബിൻ എന്നിവർ ശീതങ്കനും ഓട്ടനും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വടക്കൻ കേരളത്തിൽ നിന്ന് തുള്ളലിൽ വളർന്നു വരുന്ന ഒരു പ്രതിഭയായ ശ്രീ കരിവള്ളൂർ രത്നകുമാറാശാൻ്റെ ശിഷ്യ കൂടിയായിട്ടുള്ള നിരഞ്ജനയുടെ തുള്ളലുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ശിഷ്യസംഗമം സംഘടിപ്പിക്കുന്നുണ്ട്. പ്രശസ്ത മാധ്യമ പ്രവർത്തകയായ മോഹനകൃഷ്ണനാശാൻ്റെ ശിഷ്യ കൂടിയായ ശ്രീമതി ധന്യകിരണാണ് അതിൽ അധ്യക്ഷത വഹിക്കുന്നത്. തുടർന്ന് കലാമണ്ഡലത്തിലെ ചെണ്ട വിഭാഗം മേധാവിയായ കലാമണ്ഡലം ഹരീഷ് മാരാരും അദ്ദേഹത്തിൻ്റെ പത്നി ഡോക്ടർ നന്ദിനി വർമ്മയും ചേർന്ന് അവതരിപ്പിക്കുന്ന തായമ്പക ഉണ്ടായിരിക്കുന്നു. അതിനുശേഷം 5 മണിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമാദരണ സമ്മേളനം നടക്കുകയാണ്. സമാദരണ സമ്മേളനത്തിൽ കലാമണ്ഡലം മോഹനാശാനെ പരിചയപ്പെടുത്തുന്നത് തുള്ളൽ കലയിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള പരമാചാര്യനായിട്ടുള്ള ശ്രീ കലാമണ്ഡലം പ്രഭാകരനാശാനാണ്. ആശാൻ ഈ സംഘാടക സമിതിയുടെ രക്ഷാധികാരി കൂടിയാണ്. ആ ചടങ്ങിൽ ഒരു സുവർണോപഹാരം മോഹനാശാന് സമർപ്പിക്കുന്നത് ഒട്ടും തന്നെ വിശേഷണങ്ങൾ ആവശ്യമില്ലാത്ത പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപി ആശാനാണ്. ഈ സമാദരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന കലാമണ്ഡലത്തിൻ്റെ ആദരണീയനായ വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ മാഷാണ്. മംഗളപത്രം സമർപ്പിക്കുന്നത് കലാമണ്ഡലം രജിസ്ട്രാറായിട്ടുള്ള ഡോക്ടർ P രാജേഷ് കുമാറാണ്. അംഗവസ്ത്രം അണിയിച്ച് ഉപഹാരം നൽകുന്നത് ഗുരുവായൂർ ദേവസ്വം ചെയർമാനായിട്ടുള്ള കലാമണ്ഡലത്തിലെ മുമ്പത്തെ നിള ക്യാമ്പസ് ഡയറക്ടർ കൂടിയായിട്ടുള്ള ഡോക്ടർ VK വിജയൻ മാഷാണ്. പ്രശസ്തരായിട്ടുള്ള കലാചാര്യന്മാർ പത്മശ്രീ ശിവൻ നമ്പൂതിരി ആശാൻ, പത്മശ്രീ
രാമചന്ദ്ര പുലവർ, പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ എന്നിവർ ഇതിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നു. വിശിഷ്ട സാന്നിധ്യമായിട്ട് വിശിഷ്ടാതിഥിയായിട്ട് ഇതിൽ പങ്കെടുക്കുന്നത് സിനിമ സീരിയൽ രംഗത്തെയും വളരെ പ്രമുഖ സാന്നിധ്യമായ കാരിക്കേച്ചർ അവതാരകൻ കൂടിയായിട്ടുള്ള ശ്രീ ജയരാജു വാര്യരാണ്. കൂടാതെ കേരളത്തിലെ 2 പ്രമുഖ സാംസ്കാരിക സ്ഥാപനങ്ങൾ തുള്ളൽ പ്രധാന വിഷയങ്ങളായിട്ട് പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ തുള്ളൽ കലയിലെ ഏറ്റവും പരമാചാര്യനും തുള്ളൽ കലയുടെ ഉപജ്ഞാതാവ് കൂടിയുള്ള കുഞ്ചൻ നമ്പ്യാർ ആശാൻ്റെ പേരിലുള്ള കുഞ്ചൻ സ്മാരകത്തിൽ നിന്നുള്ള അമ്പലപ്പുഴ കുഞ്ചൻ സ്മാരകത്തിൻ്റെ ചെയർമാൻ പ്രൊഫസർ ഗോപിനാഥപിള്ള സാറും ലക്കിടി കുഞ്ചൻ സ്മാരകത്തിൻ്റെ ചെയർമാൻ ശ്രീ ജയദേവനും പങ്കെടുത്ത് സംസാരിക്കുന്നു. അതിൽ വിശിഷ്ട സാന്നിധ്യമായിട്ട് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷെയ്ഖ് അബ്ദുൽ ഖാദർ, പിന്നെ കലാമണ്ഡലത്തിലെ എംപ്ലോയീസ് യൂണിയൻ അസോസിയേഷൻ്റെയും പ്രതിനിധികൾ, ഭരണസമിതി അംഗങ്ങൾ എന്നിവരെല്ലാവരും അതിൽ പങ്കെടുത്തിട്ട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പ്രത്യേക പരിപാടി എന്നുള്ള നിലയ്ക്ക് പ്രശസ്ത കലാകാരനായ ശ്രീ ഹരീഷ് ശിവരാമകൃഷ്ണൻ്റെ സംഗീത കച്ചേരി ഇതിൻ്റെ ഒരു പ്രധാന ഹൈലൈറ്റാണ്. അദ്ദേഹത്തിന് പക്കമേളം വായിക്കുന്ന കലാമണ്ഡലത്തിൻ്റെ മൃദംഗ വിഭാഗം മേധാവിയായിട്ടുള്ള പ്രശസ്ത മൃദംഗ കലാകാരൻ കൂടിയായിട്ടുള്ള പാലക്കാട് KS മഹേഷ് കുമാർ സാറാണ്. വയലിനിലെ ശ്രീ വയലാ രാജേന്ദ്രൻ സാറും ഘടത്തിലെ ശ്രീ വെള്ളാറ്റഞ്ഞൂർ ശ്രീജിത്തും അദ്ദേഹത്തിന് അകമ്പടിയായിട്ട് സംഗീത കച്ചേരി നടത്തുന്നു. തുടർന്ന് മോഹനാശാൻ്റെ ശിഷ്യനായ വടകര പ്രവീൺ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഓട്ടംതുള്ളലും, തുടർന്ന് കലാമണ്ഡലം റോഷിൻ ചന്ദ്രൻ്റെ, അദ്ദേഹവും കലാമണ്ഡലത്തിൻ്റെ സന്തതിയാണ്, തുള്ളൽ പഠിച്ചിട്ടുള്ള ആളാണ് കലാമണ്ഡലത്തിൽ തന്നെ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള നൃത്ത നടന സമന്വയം, ഇങ്ങനെ ഒരു മുഴുവൻ ദിവസവും നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ഈ ആദരം സംഘടിപ്പിക്കുന്നത്. അതിലേക്ക് എല്ലാവരെയും, എല്ലാ സുഹൃത്തുക്കളെയും, എല്ലാ കലാസ്നേഹികളെയും വളരെ സ്നേഹപൂർവ്വം, വളരെ ആദരവോടു കൂടിയിട്ട് സ്വാഗതം ചെയ്യുക. ശനിയാഴ്ച രാവിലെ 8:30 പുഷ്പാർച്ചനയോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്. തുടർന്ന് നടക്കുന്ന ഫോട്ടോ പ്രദർശനം മുൻ കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ KK സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പറയൻതുള്ളൽ 10 മണിക്ക് സുഹൃത്ത് സംഗമവും പ്രഭാഷണവും ധന്യമോഹനം വൈൽഡ് ചെയർമാൻ കലാമണ്ഡലം മഹേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടക്കും. പ്രഭാഷണം കലാമണ്ഡലം ഭരണസമിതി അംഗം KB രാജനന്ദൻ നിർവഹിക്കും. ചടങ്ങിൽ വിവിധ വ്യക്തികളും പങ്കെടുക്കും. ഉച്ചയ്ക്ക് 12:30 കലാമണ്ഡലം പാർവതി വർമ്മയുടെ നേതൃത്വത്തിൽ ശീതങ്കൻതുള്ളൽ, നിരഞ്ജൻ H നമ്പ്യാർ, കലാമണ്ഡലം സുബിൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഓട്ടൻതുള്ളൽ നടക്കും. 2 മണിക്ക് ശിഷ്യസംഗമം കലാമണ്ഡലം മോഹനാശാനെ ശിഷ്യ പ്രശിഷ്യരുടെ ആചാരവന്ദനവും നടക്കും. തുടർന്ന് 3:30 കലാമണ്ഡലം ഹരീഷ് മാരാർ, ഡോക്ടർ നന്ദിനി വർമ്മ എന്നിവരുടെ നേതൃത്വത്തിൽ ഡബിൾ തായമ്പകയും അരങ്ങിലെത്തും. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സമാദരണ സമ്മേളനം കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ B അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചെയർമാൻ പുന്നശ്ശേരി പ്രഭാകരൻ അധ്യക്ഷത വഹിക്കും. പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപി അനുഗ്രഹ പ്രഭാഷണം നടത്തും. മറ്റു വിശിഷ്ട അതിഥികളും ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്ന് സംഗീത കച്ചേരി, ഓട്ടൻതുള്ളൽ, നൃത്തനടന സമന്വയം എന്നിവ നടക്കുമെന്ന് ഭാരവാഹികളായ കലാമണ്ഡലം സുരേഷ് കാളിയത്ത്, പുന്നശ്ശേരി പ്രഭാകരൻ, കലാമണ്ഡലം നിഖിൽ മലയാലപ്പുഴ, കലാമണ്ഡലം പ്രഭാകരൻ, കലാമണ്ഡലം മഹേന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മോഹനകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം എൻ്റെയൊക്കെ വളരെ വളരെ ജൂനിയറായിരിക്കുന്ന കലാകാരൻ, തുള്ളൽ രംഗത്ത് അദ്ദേഹം ഒരുപാട് വേറിട്ട ഒരുപാട് സമ്പ്രദായങ്ങൾ കലാമണ്ഡലത്തിൽ അധ്യാപകനായിരിക്കുമ്പോൾ ചെയ്തൊരു വ്യക്തിയാണ്. ഒന്ന്, നവകം എന്ന 9 തുള്ളലുകൾ ഓട്ടൻതുള്ളൽ വേഷത്തിൽ നമ്മുടെ കലാമണ്ഡലത്തിലെ ഒരു വാർഷികത്തിന് അവതരിപ്പിച്ച് മറ്റാരും ചെയ്യാത്തൊരു പ്രത്യേക ഒരു പരീക്ഷണമായിട്ടാണ് കിരാതം കഥ അദ്ദേഹം അവതരിപ്പിച്ച് ഞാൻ ഉണ്ടായിരുന്നു. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ യോഗ്യത തന്നെയാണ്. ആദ്യമായിട്ടാണ് ബിരുദാനന്തര ബിരുദമുള്ള ഒരു ആശാൻ ഓട്ടംതുള്ളലിന് കിട്ടുന്നത്. കുറേ ആശാന്മാരുണ്ടെങ്കിലും അവരൊക്കെ കലാരംഗത്ത് നിപുണന്മാരാണ്. പക്ഷെ മറ്റു പല വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിറകിലായിരുന്നു. പക്ഷേ മോഹനകൃഷ്ണനാവട്ടെ ബിരുദാനന്തര BA പാസ്സായി കലാമണ്ഡലത്തിൽ തന്നെ തുള്ളലിൽ, പിന്നെ MA പാസ്സായി, അങ്ങനെ കൂടുതൽ യോഗ്യത നേടിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഏറ്റവും മഹത്വമായിട്ട് എനിക്ക് പറയാനുള്ളത് ദീപസ്തംഭം മഹാശ്ചര്യം എന്ന് പറഞ്ഞൊരു ബുക്ക് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് എന്നത്തേക്കും കലാമണ്ഡലത്തിലത്തെ
കുട്ടികൾക്ക് മാത്രമല്ല, തുള്ളലിനെ പഠിക്കാൻ വരുന്നവർ, തുള്ളലിനെ മനസ്സിലാക്കാൻ വരുന്നവർ, അവർക്കൊക്കെ ഏറ്റവും നല്ലൊരു ബേസിക്കായിട്ട് തുള്ളൽ പഠിക്കുക തുടങ്ങലും പിന്നെ കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ചും കലാമണ്ഡലത്തെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി പറയുന്നവർ